പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നടപടി വൈകുന്നതിനെതിരെ സമരം ചെയ്യുമെന്ന് കുടുംബം. കേരള സർക്കാർ ചതിച്ചെന്നും അന്വേഷണം അട്ടിമറിച്ചെന്നും സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ആരോപിക്കുന്നു. സിദ്ധാർത്ഥ് മരിച്ച് 41-ാം ദിവസം ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു പിതാവ് ജയപ്രകാശ്. സംസ്ഥാന സർക്കാരിനും SFIക്കുമെതിരെ ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങൾ. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും പറഞ്ഞു പറ്റിച്ചു. ആന്റി റാഗിംഗ് ബോർഡിന്റെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ടായിട്ടും നടപടിയെടുത്തില്ല. പോലീസിന്റെയും CBIയുടെയും അന്വേഷണം സർക്കാർ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇതിനെതിരെ കുടുംബസമേതം ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം ചെയ്യുമെന്ന് ജയപ്രകാശ്. രണ്ടാമത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് CBI അന്വേഷണം തരാം, ഇപ്പോൾ തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അതൊരു 10-15 ദിവസം 20 ദിവസം പറഞ്ഞ് അതെന്നെ പറഞ്ഞു പറ്റിച്ചു. അപ്പോൾ എന്നെ മൊത്തം പറ്റിച്ചുകൊണ്ടിരിക്കുക ഈ ആഭ്യന്തര മന്ത്രാലയം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ കുരങ്ങനെ പോലെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അതിന് കൃത്യമായിട്ട് ഞാൻ ഇടപെട്ടേ പറ്റുള്ളൂ. ഉടനെ ഞാൻ ഇതിൻ്റെ പ്രശ്നവുമായിട്ട് ഇറങ്ങും. അല്ല കുടുംബമായിട്ട് തന്നെ ഇറങ്ങും, അല്ല ഞാൻ മാത്രമല്ല. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ കോളേജിൽ നിത്യസന്ദർശകനായിരുന്നുവെന്നും ആർഷോയെ പ്രതി ചേർക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു. അപ്പോൾ 8 മാസം കൊണ്ട് എൻ്റെ മകനെ ഡെയിലി രാവിലെ വൈകുന്നേരം വന്ന് സൈൻ ചെയ്യിപ്പിക്കുമ്പോൾ ഈ ആർഷോ ചോട്ടൻ നോക്കി നിരസിക്കുകയില്ലേ? എന്ന് രസിച്ചുകൊണ്ടിരുന്നത് അതെന്താ പോലീസ് അന്വേഷിക്കാത്തത്? അത് അന്വേഷിക്കണമല്ലോ. 1-2 ദിവസം കൊണ്ടല്ല, ഒരു ശരീരം മുറിവില്ലാതെ എങ്ങനെ ചതച്ച് റെഡിയാക്കാം എന്നുള്ള രീതിയിൽ അവർ കറക്റ്റായിട്ട് എങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ SFI എന്നുള്ള ഈ നക്സൽ തീവ്രവാദികൾ ചെയ്തേക്കുന്നത്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സഹായം തേടി പോകാത്തത് തന്റെ മകനെ കൊന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്തു മാത്രമാണെന്നും പോയാൽ തന്നെയും കൊല്ലുമെന്നും ജയപ്രകാശ്. ഭാര്യയുടെ ആരോഗ്യ പ്രശ്നം മാറിയാൽ ഉടൻ സമരത്തിനിറങ്ങാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം.